ഇതിനകത്ത് 2 തേപ്പൊട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഒന്നല്ലേ ഉള്ളൂ. മറ്റേതെവിടെ? കണ്ടുപിടിക്കാൻ നീ എവിടെ? उसकी बहन तो नहीं कहीं है अम्मू की അല്ല हो सकता है अच्छा उस आदमी की बेटी है ये ഞാൻ അച്ഛനെ തിരക്കി വന്നൊന്നുമല്ല അമ്മോന്റെ കൂടെ ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാ കോളേജ് തുറന്നോ? ഇവരുടെ കോളേജിൽ പോയിട്ടുണ്ടോ ഞാൻ പിന്നെ ഇവൻ അല്ല വെളുപ്പിക്കാതെ കുടുംബം വരെ വെളുപ്പിക്കും. ഇയാളുടെ നിറം വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറ. ആർക്കുള്ളതാ? ആരാണിപ്പോ ഇവിടുന്ന് യാത്ര പോണത്? അമ്മുവും സേലക്ഷ്മിയും ഹോസ്റ്റലിലേക്ക്. अबे इसे मना कर दिया जाने के लिए കേട്ടാ മതി. ഓ അമ്മോ, നീ ഇനി ഇവിടുന്ന് പുറത്തു പോകണ്ട. ഇനിയുള്ള നിന്റെ പഠിപ്പൊക്കെ ഇവിടെ ഇരുന്നു. नहीं जाने दे रहे ഒന്നുമില്ലാണ്ട് അച്ഛൻ പറയൂ. നിന്നോട് മാത്രമല്ലല്ലോ, ഈ വീട് വിട്ട് പുറത്തു കൊണ്ടാന്ന് അവനോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്താ മനസ്സിലാവാത്തെ? ഏട്ടന്റെ പോലെ लंदन क्यों भेजना चाहते हैं इसको हैं അച്ഛൻ പറയുന്നത് പോലെ ഇവിടെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാൽ शादी മതി. के बाद എന്തിനാ ഈ ഒരു വർഷം ആക്കുന്നേ? ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് शादी फिक्स हो रही है ऐसा लग रहा है मुझे എന്റെ ടീച്ചേഴ്സ്, ക്യാമ്പസ്, ആ ഒരു ലൈഫ്, ഈ ഒരു കൊല്ലം കൂടി നമ്മൾ ഈ പഠിപ്പുറത്ത് ഇറങ്ങുന്നവരെ അച്ഛന് की പേടിയാണ്. वजह से कर रहा പിന്നെ हूँ അച്ഛൻ എങ്ങനെ എന്നെ പറഞ്ഞയക്കും? എന്ത് ധൈര്യത്തിൽ നിന്നെ കോളേജിൽ വിടും? പ്രൊട്ടക്ഷനോ? പോലീസ് പ്രൊട്ടക്ഷനാണോ കോളേജിൽ പഠിക്കാൻ പോണേ? എന്നിട്ട് വേണം നാട്ടുകാർ भेजेंगे നമ്മുടെ ജയകൃഷ്ണനെ അയച്ചാലോ എന്ന് ചോദിക്കുക. ജയകൃഷ്ണയോ? അതെ, ചെയ്തോളാം. इसका एडमिशन भी करवाएंगे वो अच्छा ताकि उसके साथ जा सके. നിന്നെയും ചേർക്കുക. അയ്യോ, എന്നെ കോളേജിൽ ചേർക്കേ? എനിക്കിനി കോളേജിലും ചേരണ്ട. बॉडीगार्ड बन के जाएगा ये पढ़ाई करने नहीं വേണ്ടിയാ जाएगा ഇവരുടെ ബോഡി ഗാർഡായിട്ടാ നീ പോടെ കൂടെ ഈ ये हो ഗ്രാമത്തിൽ. जाएंगे എടാ മരക്കഴുതേ, അവർക്ക് അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാനാ, അല്ലാതെ കോളേജ് കുമാരനും കുമാരുമായിട്ട്. धमकारी से അത് കോളേജാണ്, ഞങ്ങളുടെ കൺവെട്ടത്തുമല്ല. ഇനി അവിടെ ചെന്ന് നിന്റെ വിധ മാറരുത്. ഇല്ല മാഡം, ഇനി മുതൽ कौन है छोटा सा जी कौन होगा? टीचर तो नहीं कौन है? സൈസിന് അത് തന്നെ ബൊക്കയാ. हाँ ये बॉडीगार्ड अरे बाकी है ഈശ്വര, കയ്യിൽ പോയോ? सब देखने लगे ये पता नहीं कौन है कौन वैसे ये? मुझे तो वो भी स्टूडेंट है शायद. शायद ഞാൻ പറഞ്ഞതല്ലേ, എന്തൊരു വേഷോ ഇത്. എല്ലാരും നോക്കുന്നുണ്ടല്ലേ. നോക്കട്ടെ. ഫ്രണ്ട് ഒരിക്കലും ഒരു ബോഡി ഗാർഡും ആവില്ല. ഹലോ, ആ, തന്നോട് പറഞ്ഞത് शादी तय हो रही है ना उसकी എവിടെ? കോളേജിലെത്തിയോ? എത്തി മാഡം, എത്തി. അമ്മു സേതു ക്ലാസ് റൂമിലേക്ക് കയറി. तो सलमान खान वाली बॉडीगार्ड जो है, हाँ मुझे लग रहा है शायद इस फिल्म की रीमेक शायद ना. മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ താൻ വലിയ ചട്ടമ്പിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇവിടെ ചേർക്കാമെന്ന് ഞാൻ टॉपर था ये ഇനിയും പഠിപ്പ് പാതിയിൽ അവസാനിപ്പിച്ച് തല്ലിപ്പൊളിയായിട്ട് നടക്കാനാണ് തന്റെ ഉദ്ദേശം? മേലാൽ ഇത്തരം വൃത്തികെട്ട പരിപാടിയുമായി ഇറങ്ങാതെ ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് പഠിച്ചോളണം. ഇവിടെ കാണുന്നില്ലല്ലോ. നീ ഇരിക്ക്. टीचर ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു.
Sit down, sit down. अबे Sit down, please. നോ സർ, Then, ഐ എം നോട്ട് സപ്പോസ് ടു സിറ്റ് സർ. ഐ എം എ ബോഡി ഗാർഡ്. coming over smart, stage is there outside. कमेंट रेडी Okay, come on. Becomes women's. Ammo, who is that protagonist? साइंटिस्ट का नाम पूछ रहा है. बता नहीं पा रहे. Come on. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി പോന്നേ? ഓഫ് ദ പ്ലേ ഫാദർ ബൈ ഓഗസ്റ്റ് സ്ട്രിൻബർഗ്. സൈലൻസ്, സൈലൻസ്. തന്നോട് ആരെങ്കിലും ചോദിച്ചോ? मार भगा दिया. Ammo, sit down. Then today we will start with the great Shakespeare. അമ്മുവിന്റെ ഫ്രണ്ട്സാണ്. നിങ്ങൾ ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കാതെ അവിടെ എങ്ങാനും ചെന്നൊന്നിരിക്കും. ശ്വാസം വിട്ടോട്ടെ please. അവൻ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ പോയാൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കും. ഉയ്യോ. വല്ല എടഞ്ഞുള്ള നിപ്പ് കണ്ടില്ലേ? ഒറ്റയാന. പിന്നെ അമ്മ വിളിച്ചുകൊണ്ടേയിരിക്കണം. അതെന്തിനാ? ആ ലൈനിലൂടെ മാത്രമേ നമുക്ക് അയാളെ അടുപ്പിക്കാൻ പറ്റൂ. ഈ കോളേജിലെ മുഴുവൻ പെൺകുട്ടികൾക്ക് ഞാനത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഹതഭാഗ്യം വീഴാതെ. परेशान हो जाएगा. ചിരിക്ക എന്നെ നോക്കി. ആഹാ, അങ്ങനെ ചിരിക്കുന്നവരുടെയും കളിയാക്കുന്നവരുടെ ലിസ്റ്റ് നീ ഇങ്ങത്താ. എല്ലാത്തിനും പല്ല് തല്ലി ഇങ്ങ് പോര്. ഇവിടെ ആരും നിർബന്ധിച്ച് അയച്ചാലല്ലോ നിന്നെ. നല്ല ആളെ വിളിച്ചാ കംപ്ലൈന്റ് പറയണേ. अच्छा उसी ने उसकी കുറവ് നല്ല ഭംഗിയല്ലേ ഇതിട്ടിട്ട്? ये भी आ गई. എന്ത് ഭംഗി, ഒരു കോലുമില്ല. ആർക്കാ കോലമില്ലെന്ന് പറഞ്ഞു? ഓ എന്റെ നീലംബ്രേട്ടാ. പിന്നെ അയാള് കോളേജിൽ നിന്ന് വന്നവരെ ഡ്രസ്സ് അലക്കി ഉണക്കി ദേ ഇപ്പൊ തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതൊന്ന് അവര് പറഞ്ഞ പോലെ നിന്നൊന്ന് പടി കോളേജിൽ പോകാൻ അവര് പറയണത്. ജനിച്ചു പടിയാ കോളേജിലോ? അതെങ്ങനെ പറ്റും? അല്ല, കുളിക്കാൻ. इधर ना साथ में सोते ना एक रूम. जलाते किसी कपड़े. ഈശ്വരാ, वो तो शायद बाथरूम गया था ना. नहाने गया था. नहाने गया था. जल्दी की बदवारी. ഒന്ന് കരിഞ്ഞ जल गए कपड़े. अबे पूरे कपड़े जला दिए. अब क्या करेगा? उसपे पैड जला के उसने. मुझे लग रहा है उसने किया है. ആരാ കരയണേ? अबे ഇതെന്താ? ആളെ ആക്രമിച്ച് പ്രാക്ടീസ് ചെയ്യാം പാതിരാത്രിയില്. എന്താന്ന് പറയാൻ പറ്റോ? പാവം ഞാൻ വെറുതെ ഉറങ്ങിക്കിടക്കരുത്. ഒരു കാര്യമില്ലാണ്ടാ. बता थोड़ी रही है. എനിക്ക് നല്ല ഉറപ്പാ ഇവൻ ഒരുത്തനെ ഇത് കത്തിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഇടണമെന്നുണ്ടോ? വേറെ പാന്റ് ഷർട്ട് ഒന്നുമില്ലേ ജയേഷിന്? ഇതെന്റെ യൂണിഫോം അല്ലേ? യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് പോകാൻ ജയേഷിന് എന്താ? കഷ്ടമുണ്ട്. എന്ത് കഷ്ടം? अब शायद नॉर्मल कपड़े पहनेगा. ആ ഇതിനകത്ത് രണ്ട് തേപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഒന്നല്ലേ ഉള്ളൂ. മറ്റേതെവിടെ? കണ്ടുപിടിക്കാൻ നീ എവിടെയെന്ന് ഒരു കാഴ്ച കാണണമെങ്കിൽ വേഗം വാ. എന്താ നീ നോക്കി? नए कपड़े ला दिए सुन है. नए कपड़े सिलवा दिए. കുറച്ച് ലൂസ് ഉണ്ടോ എന്നൊരു സംശയം. ആ അതാ തയ്യക്കാരനും ചോദിച്ചു. നിന്റെ തല ഈ ഡ്രസ് ഒരു കാവൽ തയ്പ്പിച്ച് മേടിച്ചതാ ഈ യൂണിഫോം. ആഹാ, അമ്മ ഇതുവരെ റെഡി ആയില്ലേ? സേതു, കമോൺ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി.
ഇവരെന്താ വഴി തെറ്റിപ്പോണേ? കോളേജിലേക്കല്ലേ? है ഇന്നെന്താ और किसको बोला? കാട്ടിലേക്ക് വരണേ? जी कौन है गुंडे क्या शायद हो सकता है. ഗ്ലാസ് മാറ്റിയാൽ ഞാൻ വാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവും. ഇയാളെ ഒഴിവാക്കാൻ ഞാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. നീ നേരെയാവും അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ ജയേഷിന് നേരെയാവും. അയ്യോ അതൊന്നും വേണ്ട കേട്ടോ. മിണ്ടാതിരിക്കും. यार वहाँ से ആ ഇങ്ങനെ വേണം അനുസരണമുള്ള കുട്ടികൾ. हैं? ഹലോ ഹലോ കണ്ടില്ലേ? इसको क्या पड़ी है वे? ഓക്കേ. തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? വേണ്ട പെങ്ങള് പോ. പോയില്ലെങ്കിലോ? पीडीएस ने उन्हें ये भयंकर. ओ ओ ओ या ढंग से धुलाई कर दी. पूरा कॉलेज में पीटने लग गया उन्हें. भागने लग गया. धुलाई करती उनकी ढंग से. प्रिंसिपल को पता चलेगा तो वार्निंग भी दी थी इससे नहीं. अभी रवि कौन होगा? जो ड्रग सप्लायर है ना പറയടാ उसके ആരാടാ ഈ उसको സ്റ്റഫൊക്കെ पकड़ेगा. കോളേജിൽ സപ്ലൈ ചെയ്യുന്നത്? अच्छा. റഫീഡ് ആളുകളാ. ये रवि. अच्छा റഫീഡാ ഇവൻ എന്നെ കൂട്ടുകാരൻ തല്ലി കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് കൊണ്ട് നശിപ്പിച്ചു. ये से जानता है. जानता है इसको. अच्छा अशोक की वजह से डर गए वो. നീ ആരാ പന്നിന്ന് വിളിച്ച പോർക്കെ? അവിടെ പഠിക്കുക. അണ്ണൻ പഠിക്കാൻ പോണാ? നമ്മുടെ ജയകൃഷ്ണൻ പഠിക്കാൻ പോണ കോളേജ്. दोबारा पड़ता है. पहला भी. It's a wonderful thing you have done. तो शाबाशी देती उसे. ഈ ക്യാമ്പസിൽ നിന്നും ലഹരിയെ തുരത്തിയിരിക്കുകയാണ് Drugs बता दिया ജയകൃഷ്ണൻ. इसने. Well done, ജയകൃഷ്ണൻ. അമ്മു പഠിക്കുന്നുണ്ടോന്ന് നോക്കേണ്ടതും ബോഡി ഗാർഡിന്റെ ഡ്യൂട്ടിയാ. അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാ മാത്രം പോരാ. And her love will add more अब ecstasy ये पढ़ा रहा हूँ in the lover's eyes. ആ ക്ലാസ് വിട്ടു. സേതു രണ്ടാളും നാളെ വെളുപ്പിന് 4 മണിക്ക് തന്നെ വന്നോളാം. പോരണം. सोच रही 4 बजे कौन उठेगा. ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് എഴുത്തും വായനയ്ക്ക് ഇനി വെളുപ്പിന് മതി. പോയി കിടന്നുറങ്ങേ. ചെല ढंग से डांट रहे हैं. ഏത് നേരത്താണ് ഈശ്വര ഇങ്ങോട്ട് പോരണമെന്ന് വാശി പിടിച്ചത്? ഇതിലും ഭേദം അവിടെ തന്നെ കഴിയണായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? സഹിക്കേനെ സഹിക്കേ. ദിവ്യ നീ നിന്റെ വട്ടും കൊണ്ടൊന്ന് പോയേ അമ്മു. നാളെ 4 മണിക്ക് എഴുന്നേക്കാനുള്ളതാ. എങ്കിൽ നീ ഒരു വഴി പറയാളെ ഒതുക്കാൻ. എന്നാ മതി, വിവരം അറിയും. അയാൾ ആരോടെങ്കിലും മനുഷ്യനെ പോലെ ഒന്ന് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മാത്രം. നീ എന്നെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങൂലേ? നീയാണെന്ന് അറിഞ്ഞാലല്ലേ ചെയ്തു. इससे करवा रही है. ഇത് കോള വേറെ ആളുടെ ശബ്ദത്തിലോ? यही करेगी. ये तो कॉल ये तो उसमें ऐसे होता है. ഞാനാ സംസാരിച്ചെന്ന് മനസ്സിലാവണുണ്ടോ? അയ്യോ ഒട്ടും മനസ്സിലാവണില്ല. ഇതെങ്ങനെയാ? അപ്പോ प्राइवेट में ഹലോ കേൾക്കുന്നില്ലേ? ഹലോ दोबारा मिला रही. अबे डिस्टर्ब कर रही है उसे. देखो ഇതൊരു ശല്യമായല്ലോ. ഹലോ ആരാ? स्विच ऑफ ആരാ വിളിക്കുന്നേ?
ഏത് ജയകൃഷ്ണൻ? ബോഡി ഗാർഡ് ജേഷണൻ. നീ ആരാണെന്നല്ല ഫോണില്. അതല്ല ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന ആരാരെന്ന്. എന്നാ പിന്നെ നമ്പറിലേക്ക് വിളിച്ചു. ചിലപ്പോ നിന്റെ ശബ്ദം കേട്ടതുകൊണ്ട്. പെണ്ണാ? ഏത് പെണ്ണ്? എന്റെ നമ്പറിൽ എന്തിനാ വിളിക്കണേ? ഹലോ, ആരെയാ വേണ്ടേ? ആരാണ് നീ? വേഷം കെട്ട് എടുത്തണ്ടല്ലോ. നിന്റെ വാല് പല്ലടിച്ചെന്താണ്? आ गया। ओ 4 बजे। അമ്മു വാല് ഓർക്ക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേഗം രണ്ടുപേരും മോൻ കഴി താഴെ. दरवाजा बजा रहा है। Get ready. Come on. Get ready. പെട്ടെന്ന് എന്നിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ ആശാൻ ഇനി ഇങ്ങോട്ട് വരും. like any other dramas of Shakespeare. The author. As the opening scene discusses about the partition of the kingdom, about the फोन हाँ ये स्विच ऑफ कर देता। डिस्टर्बेंस हो गया बहुत ज़्यादा। the whole play takes off from a funny love test. The question is, ठीक तो बोल रही हो। ഒന്ന് ഓഫ് ചെയ്ത് വെച്ചൂടെ? ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ silent പാടില്ലെന്ന कर देता, അശോകട്ടൻ silent പറഞ്ഞിരിക്കുന്നത്. ആ Pending division of the kingdom. परेशान हो गया। फोन देखो। ഹലോ 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 വച്ചു കിടന്നോടി. കാണിക്കുന്നേ. അപ്പൊ അയാൾ നമ്മളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? फिर से सो गई। ആഹാ, ഇനി സുഖം. कॉल करने जा कर रहा है वो आराम से सो गई। അമ്മു മതി കിടന്നത്. എന്നിട്ട് വേഗം റെഡിയായേ. നീ എന്താ ഇത്ര നേരത്തെ? ठीक। പാർവതി प्राइवेट नंबर को क्या बोल रहा है? पार्वती नंबर ज़्यादा कुछ बोल रहा है। ഇത് അവളാ ആ യക്ഷി. നിന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നടി. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഫോൺ ചെയ്യും. ജയകൃഷ്ണൻ ഇപ്പൊ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ജയകൃഷ്ണനല്ലേ ഹീറോ. ഹീറോയോ? എനിക്കിഷ്ടം ഇതാ. നിനക്ക് ഇഷ്ടം വേണ്ടിട്ടൊന്നുമല്ല ഞാനിത് കിട്ടോണ്ട് നടക്കണത്. मेरे कपड़े मतलब वैसे कपड़े पहन के जा रहा है। क्या किसने बोला ना कि यार तुम कपड़े में अच्छे लगते हो। നിന്നെ എനിക്ക് തീരെ जो ഇഷ്ടമായി. ड्रेस पहनता था वो। लड़की की वजह से। सब इधर दूर भाग रहे हैं। अच्छा उस लड़की को ढूंढने की कोशिश कर रहा है ये। ഇതുവരെ कौन ഒരു सी പെൺകുട്ടിയെ लड़की? നോക്കാതിരുന്നാണ് ഇപ്പത്തെ മുഖത്തുനിന്ന് കണ്ണെടുക്കണില്ല. ओह उस लड़की को हर किसी पे शक कर रहा। തന്നെ ഞാൻ വിഷ് ചെയ്തു. ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ് വേണ്ട? നല്ല സ്റ്റൈലാണല്ലോ. എന്താണ് വിശേഷം?